നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 15-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 31-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി ശുഭനക്ഷത്രമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ശുഭമല്ല. ചൊവ്വാഴ്ച അത്ര കണ്ട് അനുകൂലപ്രദമായ ദിവസമല്ല. കാരണം പലതരത്തിലുള്ള, ശരിക്കും പറഞ്ഞാൽ ശത്രുഗ്രഹങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ്, പാപഗ്രഹങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് ചൊവ്വ. അപ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ വരാൻ ഇടയുള്ള ദിവസമാണ്. രാവിലെ 6 മണിക്ക് നിങ്ങളിൽ വിളിച്ചുണർത്തിയിട്ട് ഇന്ന് കൊള്ളൂല എന്ന് പറയണമെന്ന് വിചാരിക്കരുത്. കാരണം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വിശ്വസിക്കുന്നവരും അതുപോലെ ഇത് ഞങ്ങളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും ഒരു ആപത്ത് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇന്ന് ഓഫീസിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നല്ല ശ്രദ്ധയോടുകൂടി പോകണം. നമുക്കന്ന് അത്ര നല്ലതല്ല എന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ പലതിൽ നിന്ന് നമുക്കിന്ന് മാറി നിൽക്കാൻ പറ്റും. പല കാര്യങ്ങൾ പതുക്കെ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരാളിനോട് ഇന്ന് സംസാരിക്കണം, നാളത്തേക്ക് സംസാരിക്കാം, മാറ്റി വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് ആ നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും പേടിക്കേണ്ടത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ്. മിഥുന മാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് പോവേണ്ട ഒരു വർഷം തന്നെയാണ്. കാരണം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റ് വരാം, മുറിവ് ചതവ് ഒക്കെ ഉണ്ടാവാം, അതുപോലെ സർജറിക്ക് വിധേയമാവാം, തീപ്പൊള്ളലേക്കാം, കേസ് വഴക്കുകൾ ഉണ്ടാവാം, ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാം, ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. ഇതിനൊക്കെ ഇടവുള്ള കാലഘട്ടമായതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരു വർഷം ഉള്ളത് കൊണ്ടാണ്. ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഒരു വർഷത്തെ ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കാനായിട്ട് 2 പേർക്ക് മാത്രമേ ശക്തിയുള്ളൂ. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി മുരുകനും, സർവ സൈന്യാധിപനായ മുരുകനും, ഭദ്രകാളി രൂപത്തിലുള്ള ദേവിയും. അമ്മയ്ക്ക് രൂപങ്ങൾ ഒരുപാടുണ്ട്. ഓരോ ഭാവത്തിലിരിക്കുമ്പോൾ ഓരോ ഗുണങ്ങളാണ്. അപ്പോൾ ഭദ്രകാളി രൂപത്തിലിരിക്കുമ്പോൾ ഇതിനെല്ലാം മാറ്റി നമ്മളെ സംരക്ഷണ മൂർത്തിയായിട്ടിരിക്കുന്നതാണ് ശരിക്ക് മഹാകാളി രൂപം. അപ്പോൾ സംരക്ഷകനാണ്. അപ്പോൾ നമ്മളെ അമ്മയാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനിരിക്കുകയാണ്, കാവൽക്കാരിയായിട്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ദേവീക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം ചെയ്യണം, പ്രാർത്ഥിക്കണം. അതുപോലെ ശ്രീമുരുക യന്ത്രം, അത് അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ കരുതുക. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3:30 മണി മുതൽ ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3 മണിക്ക് രാവുകാലം തുടങ്ങത്തില്ല. 3:38 തൊട്ട് രാവുകാലം ആരംഭിക്കും. 5 മണി 12 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ യാത്രയിൽ ക്ലേശം ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 12:30 തൊട്ട് 2 മണി 4 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:23 തൊട്ട് 10:57 വരെയും. ഈ പറയുന്ന സമയം പകൽ സമയമാണ് എന്ന് ഓർമ്മിക്കുക. രാത്രിയുള്ള സമയം അല്ല. നമ്മളെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം
പകല് ഇപ്പം നമ്മൾ രാഹുകാലം നോക്കി പോണതാവട്ടെ എല്ലാം പകലിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. 12:06 തൊട്ട് 12:54 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഒരു 4 മിനിറ്റ് ഇടയ്ക്കുള്ളത് ഒഴിച്ചാൽ 44 മിനിറ്റും നമുക്ക് ശുഭകാര്യത്തിന് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.